3 ചായ, 1 പാല്, കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അതിവന് ഇവിടത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. ആ പാലും മഞ്ഞ 2 ചായയിലേക്ക് ഇട്ടേക്കട്ടാ. അവിടെ വെച്ചേക്കട, കൈ ഇത്താവും. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ചായ എടുക്കാശനെ. ഉത്സയാണെന്ന് പറഞ്ഞ ഗ്ലാസ് വെള്ളം കൊടുത്തേക്ക്. പൊട്ടനാണ് മനസ്സിലാവൂല. എന്താണോ ഇതിന് മധുരയില്ലേ? ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ല. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഇതിനാണെങ്കിൽ ഒടുക്കത്തെ മധുരോ. ഏതായാലും കുളിച്ചു, ഇനി നനഞ്ഞു കയറാം. മുണങ്ങ് ഒരെണ്ണം അവനോടത്തേക്ക്. മുണങ്ങ്. മുതലാളി, അവനെ കാണാനില്ല. അവനെ കാണാനില്ല. ഹലോ ഹലോ, ഞാൻ ഉണ്ണിയുടെ അമ്മാവനല്ലേ? അതെ, ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. ഓ അതെ, പൈസ കിട്ടിയിട്ടില്ല. ഇൻഷുറൻസ് ഉടനെ കിട്ടും. ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ആള് മരിച്ചു ഉറപ്പായി. അല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ. എനിക്കും തരാനില്ല. ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ? എത്ര രൂപയാ? അതിപ്പോ ഞാൻ ഇത് പൊട്ടന്മാരി കളിക്കാനുള്ള സാധനമല്ല. ബില്ല ഇതെന്ത് പണ്ടാലും വെറുതെ ബില്ലടിക്കണം. വിഷം കേടാക്കി. പണം തന്നിട്ട് പോണം. പണം തരാനോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല. ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്ന? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുന്നു. ആര്? ഇയാളെ. വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ചേട്ടാ, ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലടാ. മുതലാളി, അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോടാ, പോയി നോക്കടാ. പണ്ടാര എന്റെ തലയിലായടാ. ഇവൻ വലയിലായപ്പോഴേ ഞാൻ കരുതിയത് മുതലാളി തലയിലാവൂന്ന്. അതേടാ, എന്റെ തലയിൽ തന്നെ ആവും. നിന്റെ തലയിൽ ഒന്നുമില്ലല്ലോ. വോട്ടിന്റെ കെട്ടയക്കടാ, അയക്കടാ. ആ പഞ്ചാബികളുടെ വോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി എവിടെ കൊണ്ടു നേട്ടാൻ പറഞ്ഞത്. ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറംകടലിൽ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറംകടലിൽ ഞാനൊരു പെട്ടിക്കൂടെ തുടങ്ങാടാ. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായലും പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ കുളവാഴ വന്നിട്ടുണ്ട്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ? കടം മേടിച്ച കൊടുക്കൂല. രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ നിന്നെയും ബോട്ടിൽ കയറ്റൂല. മുതലാളിക്കും കയറാൻ പറ്റൂല. 20 മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ്. അതല്ലടാ കെട്ടഴിക്കാൻ പറഞ്ഞത്. ആ, അങ്ങനെ മലയാളത്തിൽ പറ. ഞാൻ പന്നി. ഇനിയിപ്പോ ഏതായാലും ബോട്ട് വിൽക്കാം. ഇവൻ തന്നെ ആദ്യമായിട്ട് കയറട്ടെ. ദൈവത്തെ ഓർത്ത് വലതുകാലം വെച്ച് കേരള തെണ്ടി. എലിക്കല്ലേ വലതുകാലത്ത് ഈ മുതലാളി ചെട്ടി പുറകോട്ട് പോണ്. ചെട്ടി പുറകോട്ട് പോണല്ല, ബോട്ട് മുമ്പോട്ട് പോണ്. ഇതെന്ത് മറിമായം? ബോട്ട് പോകും. നമ്മളെ വെള്ളത്തിൽ ചാടാ. ഞാൻ വെള്ളത്തിൽ ചാടിച്ചെത്തേണ്ട കാര്യം? ബോട്ട് പോയില്ലേ? എന്റെ ദൈവമേ, ഈ മുടിഞ്ഞവൻ കാലെടുത്ത് വെച്ചാലും പ്രശ്നമാണല്ലോ. പാവ, അവനൊരു മൂങ്ങനല്ലേ മുതലാളി, ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനെന്ത് ചെയ്യടാ? മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതിരിടവുമേ.